ആശമാരുടെ സമരം, സെക്രട്ടേറിയറ്റ് പഠിക്കാനുള്ള സമരം, രാപ്പകൽ സമരം ഏകദേശം 1.5 മാസം പിന്നിടുന്നു. അതേപോലെ തന്നെ ആശമാരുടെ നിരാഹാര സമരം അത് ഒരാഴ്ചത്തോട് അടുക്കുകയാണ്. അപ്പം സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിലൊരു സമരം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ചർച്ച ചെയ്ത് ഏറ്റവും പെട്ടെന്ന് പരിഹരിക്കുക എന്നുള്ളൊരു രീതിയാണ് നമ്മൾ കണ്ടുവരുന്നത്. എന്തുകൊണ്ടാണ് ഇത്രയും നീണ്ടുപോകാനുള്ളൊരു ഇടയായിട്ടുണ്ടാവുക? ഞങ്ങളുടെ സമരം ആരംഭിക്കുന്നത് ഫെബ്രുവരി 10-ാം തീയതിയാണ്. അതിനു മുമ്പ് തന്നെ ഫെബ്രുവരി 2-ാം തീയതി, ഫെബ്രുവരി 1-ാം തീയതി തന്നെ ഞങ്ങൾ സമരം നോട്ടീസ് കൊടുത്തത്, അല്ലെങ്കിൽ ഡിമാൻഡ് നോട്ടീസ് കൊടുത്തതാണ്. ഫെബ്രുവരി 10-ന് ആണ് സമരം ആരംഭിക്കുന്നത്. കാരണം ബജറ്റിൽ ഞങ്ങളുടെ ആവശ്യങ്ങളൊന്നും തന്നെ നിറവേറ്റപ്പെട്ടില്ല എന്നുള്ളതിനാണ് സമരം ആരംഭിക്കുന്നത്. സമരം കഴിഞ്ഞ് 4-ാം ദിവസം ഫെബ്രുവരി 14-ാം തീയതി NHM തലത്തിലുള്ള ഉദ്യോഗസ്ഥ തലത്തിലുള്ള ഒരു ചർച്ച നടന്നു. അത് പരാജയപ്പെട്ടതിനെ തുടർന്ന് പിറ്റേ ദിവസം 15-ാം തീയതി മന്ത്രി ചർച്ചയ്ക്ക് വിളിച്ചു. ആരോഗ്യവകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജ് ചർച്ചയ്ക്ക് വിളിച്ചു. ആ ചർച്ചയിൽ അവർക്ക് കാര്യമായിട്ടൊന്നും മുന്നോട്ട് വെക്കാനുണ്ടായിരുന്നു. അതായത് ഞങ്ങൾ ഉന്നയിച്ചിരിക്കുന്ന സാമ്പത്തിക ആവശ്യങ്ങളുടെ ഡിമാൻഡുകൾ, പ്രത്യേകിച്ചിട്ടും ഓണറേറിയം വർദ്ധിപ്പിക്കുക, 21,000 രൂപയായിട്ട് വർദ്ധിപ്പിക്കുക, അതേപോലെ പിരിഞ്ഞു പോകുമ്പോൾ 5 ലക്ഷം രൂപ കൊടുക്കുക, പെൻഷൻ ഉറപ്പാക്കുക, ഈ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ അവർക്കൊന്നും പറയാനുണ്ടായിരുന്നു. അത് ധനമന്ത്രാലയവുമായി ആലോചിച്ചതിന് ശേഷമേ എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ എന്ന രീതിയിലാണ്. അപ്പോൾ അത് ആലോചന കഴിഞ്ഞ ശേഷം ഞങ്ങളെ വിളിക്കുമെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ തിരിഞ്ഞത്. പക്ഷെ പിന്നെ നീണ്ട 32 ദിവസങ്ങൾക്ക് ശേഷമാണ്, 33-ാമത്തെ ദിവസമാണ് അടുത്ത അതെ ഒരു മാർച്ച് 19 ഞങ്ങളെ ഒരു ചർച്ചയ്ക്ക് വിളിക്കുന്നത്. മാർച്ച് 20-ന് അപ്പോഴേക്കും ഞങ്ങൾ അതിനിടയ്ക്ക് പല പരിപാടികൾ ഞങ്ങൾ നടത്തി. മഹാസംഗമം നടത്തി, നിയമസഭാ മാർച്ച് നടത്തി, വനിതാ സംഗമം നടത്തി, ഒത്തിരി പരിപാടികൾ അതിനിടയ്ക്ക് ആയിരക്കണക്കിന് ആശമാർ പങ്കെടുത്ത പരിപാടികൾ ഈ സെക്രട്ടേറിയറ്റ് നടയിൽ ഞങ്ങൾ നടത്തുകയുണ്ടായി. അത് പത്രങ്ങൾ വാർത്ത ചെയ്തതാണ്, നിങ്ങൾക്കറിയാം. അപ്പോൾ അതിനെ തുടർന്ന് ഏറ്റവും അവസാനം ഞങ്ങൾ അന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത് നിരാഹാര സമരം, മാർച്ച് 30-ന് നിരാഹാര സമരം പ്രഖ്യാപിച്ചതാണ്. അപ്പോൾ ആ പ്രഖ്യാപനത്തെ തുടർന്നായിരിക്കണം ഒരു പക്ഷേ 19-ാം തീയതി വളരെ തിരക്ക് പിടിച്ച 11 മണിക്ക് 12:30-ക്ക് NHM ഓഫീസിൽ എത്ര ചർച്ചയ്ക്ക് എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ വിളിക്കുന്നത്. നിരാഹാരം പ്രഖ്യാപിച്ചതിന് ശേഷമാണ് വിളിച്ചത്. അതെ, നിരാഹാരത്തിന് തലേ ദിവസം 19-ാം തീയതി, 20-ാം തീയതി നിരാഹാരം, 19-ാം തീയതി ഉച്ചയ്ക്ക് 11:30-ക്കാണ് ഞങ്ങൾ ഇപ്പോൾ ചെയ്യുന്നത്. 12:30-ക്ക് NHM ഓഫീസിൽ ചർച്ചയ്ക്ക് വിളിച്ചു. ഞങ്ങൾ 12:30-ക്കാണ് ചെന്നു. പക്ഷെ അവിടെ ചെന്നപ്പോഴും ഞങ്ങളുടെ ഡിമാൻഡുകളൊക്കെ വീണ്ടും ആവർത്തിച്ചു എന്നല്ലാതെ അവർക്ക് പ്രത്യേകിച്ചൊന്നും പറയാനുണ്ടായി. കാരണം അത് രാഷ്ട്രീയ തീരുമാനങ്ങൾ എടുക്കേണ്ടതാണ് ഈ കാര്യങ്ങൾ എന്ന് പറഞ്ഞ് കൈയൊഴിയച്ചു. ശരി, നിങ്ങൾ അതാണ് ഞങ്ങളും പറഞ്ഞത്, രാഷ്ട്രീയ തീരുമാനങ്ങൾ രാഷ്ട്രീയ തീരുമാനം, നിങ്ങൾ അതിന് തക്ക ഒരു ചർച്ചയ്ക്ക് വിളിക്കും. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ മന്ത്രിതലത്തിൽ അപേക്ഷ കൊടുക്കാം, നിങ്ങളുടെ റിക്വസ്റ്റ് ഞങ്ങൾ വെക്കാം, റിക്വസ്റ്റ് കൊടുക്കാൻ പറഞ്ഞു. ഞങ്ങൾ തിരിച്ച് ഇവിടെ എത്തി പ്രകടനം നടത്തുമ്പോഴേക്കും വീണ്ടും ഫോൺ സന്ദേശം വന്നു. 3:30-ക്ക് മന്ത്രിതലത്തിൽ ഒരു ചർച്ച നിയമസഭാ മന്ദിരത്തിൽ വെച്ച് നടന്നു. ഞങ്ങൾ 3:30-ക്ക് തന്നെ അവിടെ ചെന്ന് നിയമസഭാ മന്ദിരത്തിൽ വെച്ചിട്ട് ചർച്ച നടന്നു. മന്ത്രി ഉണ്ടായിരുന്നു, അതേപോലെ സെക്രട്ടറി ഉണ്ടായിരുന്നു, അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ഉണ്ടായിരുന്നു, അവർ എല്ലാവരും ഉണ്ടായിരുന്നു. പിന്നെ NHM-ന്റെ ഉദ്യോഗസ്ഥരും എല്ലാവരും ഉണ്ട്. പക്ഷെ ആ ചർച്ചയിലും മന്ത്രി ഞങ്ങളുടെ ഈ പ്രധാനപ്പെട്ട ഡിമാൻഡിലേക്ക് വരാൻ തയ്യാറാണ്. അതിനെക്കുറിച്ച് ചർച്ചയെ ചെയ്യുന്നില്ല. ഈ ഓണറേറിയം വർദ്ധനവിനെ കുറിച്ചോ അല്ലെങ്കിൽ പിരിഞ്ഞു പോകുമ്പോൾ കൊടുക്കേണ്ട ആനുകൂല്യത്തെക്കുറിച്ചോ ചർച്ചയെ ചെയ്യുന്നില്ല. ആകെ പറയുന്നത് അതൊക്കെ വലിയ ഡിമാൻഡുകളാണ് നിങ്ങൾ വെച്ചിരിക്കുന്നത്, അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് അത് സർക്കാർ എടുക്കാൻ പറ്റില്ല, അത് സാമ്പത്തിക ബാധ്യത ഉണ്ടാവും. അതൊക്കെ ഞങ്ങൾ പറഞ്ഞു. ഇതിൻ്റെ സാമ്പത്തിക ബാധ്യത വളരെ കുറഞ്ഞതാണ്. ഇവിടെ ഇപ്പോൾ സംസ്ഥാനത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന പല ആനുകൂല്യങ്ങളും പലർക്കും വാരിക്കോരി കൊടുക്കുന്ന അതുമായി തട്ടിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ അടിസ്ഥാനമായിട്ട് നടക്കുന്നത് ഈ 233 രൂപയ്ക്ക് പ്രതിദിനം ജോലി ചെയ്യേണ്ടി വരുന്നിരിക്കുന്ന ഈ പാവപ്പെട്ട ആളുകളുടെ ഒരു പ്രശ്നമായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ വളരെ വ്യത്യാസമുള്ളതാണ്. അതുകൊണ്ട് ഇത് നിങ്ങൾ പരിഹരിക്കുകയാണ് വേണ്ടത്. അതിന് അത്ര വലിയ ബാധ്യത വരുന്നതല്ല. ഇനി ബാധ്യത ആണെങ്കിൽ തന്നെ അത് എടുക്കേണ്ടത്. ഇത്തരം ഒരു ജനവിഭാഗത്തിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടത് തൊഴിലാളി സ്ത്രീകളാണ്. അവർ 18 വർഷമായി നിങ്ങൾക്ക് വേണ്ടി പണിയെടുക്കുന്നു. ഈ ആരോഗ്യ വകുപ്പിന് വേണ്ടി, സംസ്ഥാന ആരോഗ്യ വകുപ്പിന് വേണ്ടി 18 വർഷമായി പണിയെടുക്കുക ഈ തുച്ഛം കാശിന്. ഈ 7,000 രൂപ വന്നപ്പോഴാണ് നമ്മൾ ഈ കൂട്ടി പറയുന്നത് 233 രൂപ എന്ന് പറയുന്നത്. ഈ 7,000-ന് മുമ്പുള്ള 6-7 വർഷക്കാലത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 100 രൂപ താഴേക്കാണ് അവർക്ക് പണിയെടുത്തത്. കൂട്ടി നോക്കിയാൽ മനസ്സിലാവും. ഇപ്പോഴാണ് 233 രൂപ കിട്ടുന്നത്, 7,000 രൂപ അത് കിട്ടുന്നില്ല ആള്. അതിനുള്ള ഓർഡറുകൾ വേറെ വന്നു കിടക്കാണ്. അതിന്റെ പ്രശ്നത്തിലേക്ക് അടുത്ത് കിടക്കുന്നില്ല. വീണ്ടും അതായത് ഉപാധിരഹിത ഓണറേറിയം എന്നുള്ളൊരു ഉത്തരവിറക്കി ഉപാധിയെ കൊണ്ടുവന്ന് അവർ ഇൻസെന്റീവിലേക്ക് കെട്ടിയിടിച്ചിരിക്കുകയാണ്. ഒരു വഞ്ചനയാണ് നടത്തിയിരിക്കുന്നത്. അത് ഞങ്ങളവിടെ പറഞ്ഞു. പക്ഷെ അതൊരു മെയിൻ ഡിമാൻഡാക്കി അത് ചർച്ചയാക്കി കൊണ്ടുപോകണമെന്ന് വിചാരിച്ചു. കാരണം എന്താ വെച്ചാൽ മെയിൻ ഇത് പരിഹരിക്കുകയാണെങ്കിൽ അത് പരിഹരിക്കട്ടെ എന്ന് വെച്ചിട്ട് ഞങ്ങളത് മാറ്റിവെച്ചു. പക്ഷേ മന്ത്രി അത്തരം കാര്യങ്ങളിൽ ചർച്ചയ്ക്ക് തയ്യാറാവില്ല. ഇതിങ്ങനെ ചർച്ച നീണ്ടുപോവുക, പക്ഷെ അവരിലേക്ക് വരുന്നില്ല.
ഒടുക്കം നിങ്ങൾ വലിയ ഡിമാൻഡാണ് വെച്ചതെന്ന് പറയല്ല. അവർക്ക് സാധാരണഗതിയിൽ ഒരു തൊഴിലാളി ചർച്ച ചെയ്യും, ഇതുപോലുള്ള ഒരു ട്രേഡ് യൂണിയൻ ചർച്ചയ്ക്ക് ഒരു ഡിമാൻഡ് വെക്കും. അപ്പോൾ അവർ ഇങ്ങോട്ട് വെക്കും, അത്ര തരാൻ പറ്റില്ല, ഇത്ര വയ്ക്കും. അതവർ പറയുന്നില്ല. പകരം ഇങ്ങനെ നീട്ടി കൊണ്ടുപോകുക, ഒന്നും പറയുന്നില്ല. നിങ്ങൾ സമരം പിൻവലിക്കണം, ഇതാണ് പറയുന്നത്. ആകെ ഡിമാൻഡ് വെച്ചിട്ട് ഇങ്ങോട്ടാണ് ഡിമാൻഡ് വെക്കുന്നത്. നിങ്ങൾ സമരം പിൻവലിച്ച് പോകണം. ഈ ആശമാരെ ഇങ്ങനെ വൈരും മഴയും കൊള്ളിക്കരുത്. ആശമാരോട് എന്തെങ്കിലും അനുകമ്പ ഉണ്ടായിരുന്നെങ്കിൽ ഈ പ്രശ്നം പരിഹരിക്കാനുള്ള എന്തെങ്കിലും ഒരു സ്റ്റെപ്പ് വെക്കുക. അതവരുടെ ഭാഗത്തുണ്ടാവുന്നില്ല. പകരം നിങ്ങൾ തിരിഞ്ഞു പോകണം എന്നാണ്, നിങ്ങൾ സമരം നിർത്തി പോകണം എന്നാണ്. ഞങ്ങൾ ഒരു സമരം നിർത്തി പോകാൻ പറ്റില്ല. ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ചർച്ചയ്ക്ക് വന്നിരുന്ന ആശാവർക്കറായിരിക്കുന്ന റോസമ്മ ചേച്ചി, അവർ ആശാവർക്കറാണ്, അവർ നമ്മുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ്. അവർ സഹി കെട്ടിട്ട് അവസാനം അങ്ങോട്ട് ചോദിച്ചു, മന്ത്രിയോട് അവസാനം കേട്ടത്, നിങ്ങൾക്ക് എന്ത് തരാൻ പറ്റുമെന്ന് ചോദിച്ചു. സാധാരണ രീതിയിൽ അങ്ങനെ ചോദിക്കില്ല. അവരുടേതായ ഒരു വികാരം വെച്ച് അവർ ചോദിച്ചത്, നിങ്ങൾക്ക് എന്ത് തരാൻ പറ്റുമെന്നൊരു ചോദ്യം ചോദിച്ചു. പക്ഷേ അവരോട് നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി കാണിച്ചിരിക്കുന്നത് എന്താ വെച്ചാൽ, അവരെ പരിഹസിച്ചത്, ഇതെന്താ ലേലം വിളിയോ എന്ന്. ഒരു തൊഴിലാളി ചർച്ചയിലാണ്, ഒരു ട്രേഡ് യൂണിയൻ ചർച്ചയിലാണ് നടക്കുന്നത് നമ്മൾ ഓർക്കുന്നത്. ഒരു മന്ത്രിയാണ് അത് ചോദിക്കുന്നത്, ഇതെന്താ ലേലം വിളിയോ എന്ന് ചോദിച്ചിട്ട് ഒരു ചിരി. അവരെല്ലാവരും കൂടി ചിരിച്ചു, ഒരു പരിഹസിച്ചു. അവർ ന്യായമായി ചോദിച്ചതാണ്. ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നു. അത് കേട്ട് ഞങ്ങൾ തിരിച്ചു പോകാം. അതിനെ തുടർന്നാണ് പിറ്റേ ദിവസം ഞങ്ങൾ നേരത്തെ പ്രഖ്യാപിച്ചതനുസരിച്ചിട്ട് നിരാഹാര സമരത്തിലേക്ക് വരുന്നത്. സ്വാഭാവികമായിട്ട് രണ്ടാം ഘട്ട ചർച്ചയാണല്ലോ. ആദ്യഘട്ടം സമരം തുടങ്ങിയ സമയത്ത് ഒരു ചർച്ച നടന്നിട്ടുണ്ട്. തീർച്ചയായും രണ്ടാം ഘട്ടത്തിലേക്ക് ചർച്ചയ്ക്ക് വിളിക്കുമ്പോൾ ആ തരത്തിലൊരു പ്രതീക്ഷ നിങ്ങളും ഉണ്ടായിട്ടുണ്ടാവണം. തീർച്ചയായിട്ടും വലിയ പ്രതീക്ഷയിലായിരുന്നു പോയത്. എന്തായാലും നേരത്തെ നിന്നും വ്യത്യസ്തം. ഞങ്ങൾ അവരോട് പറഞ്ഞു, മന്ത്രിയോട് പറഞ്ഞു, മന്ത്രി ആദ്യം നടത്തിയിരിക്കുന്ന ഫെബ്രുവരി 15 ചർച്ചയിൽ നിന്നു 32ാം ദിവസം കഴിഞ്ഞിട്ട് 33ാം ദിവസം ഈ ചർച്ചയ്ക്ക് വിളിച്ചിട്ട് ഒരു ഇഞ്ച് പോലും മാറ്റമില്ല. അത് ദയവായി നോട്ട് ചെയ്യപ്പെടണം അവരോട്. ഈ രീതിയിൽ തന്നെ പറഞ്ഞു. ഈ ചർച്ചയ്ക്ക് ശേഷം, നിരാഹാരം തുടങ്ങിയതിനു ശേഷമാണ് മന്ത്രി ഡൽഹിയിൽ പോവുകയൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പം ഡൽഹിയിൽ ചർച്ച ചെയ്യാം, അല്ലെങ്കിൽ കേന്ദ്ര ആരോഗ്യമന്ത്രിയായിട്ട് ചർച്ച ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ആ ചർച്ചകളൊന്നും നടന്നിട്ടില്ല. അപ്പം കേന്ദ്രത്തോടു കൂടി സംസാരിക്കൂ എന്ന് പറയുന്നവർ, അവരവിടെ എത്തിയിട്ടും കേന്ദ്രത്തോട് സംസാരിക്കാനോ അല്ലെങ്കിൽ കേന്ദ്രത്തോട് നിങ്ങളുടെ ആവശ്യങ്ങൾ ഉന്നയിക്കാനോ തയ്യാറാവുന്നൊരു ഘട്ടം കൂടെ ഉണ്ടല്ലോ. അതിനെങ്ങനെയാണ് കാണുന്നത്? അതെ, അതാണ് എൻ്റെ വിരോധാഭാസം. ഞങ്ങളോട് തന്നെയാണ് മന്ത്രി പറഞ്ഞത്, ഞാൻ ഡൽഹിക്ക് പോകുന്നുണ്ട്, എന്തെങ്കിലുമൊക്കെ കിട്ടും എന്ന് പ്രതീക്ഷിക്കുന്നൊക്കെ പറഞ്ഞിട്ട് അതിന് ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ പറയാനൊക്കെ പോകുന്നതെന്നാണ് പറഞ്ഞത്. പത്രങ്ങളും അങ്ങനെ റിപ്പോർട്ട് ചെയ്തു. പക്ഷെ പിറ്റേ ദിവസം, അതായത് 20ാം തീയതിയാണ് അവർ പോയിരിക്കുന്നത്. അതെ, 20ാം തീയതി. പക്ഷേ പത്രങ്ങളിൽ നിന്ന് അറിയുന്നത് അവർ ഈ മുൻകൂട്ടി വേണ്ട ഏർപ്പാടുകൾ ചെയ്തിട്ടില്ല, കേന്ദ്രമന്ത്രിയെ കാണാൻ വേണ്ടിയുള്ള ഏർപ്പാടുകൾ നടന്നിട്ടില്ല എന്നൊക്കെയാണ് പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. അതൊക്കെ അവരുടെ വിഷയങ്ങൾ. പക്ഷെ എന്തായാലും ആശാ വിഷയം ചർച്ച ചെയ്തിട്ടില്ല എന്നാണ് നമ്മളുടെ. അതിൽ ഒരു കാര്യം വ്യക്തമാവുകയാണ്, നിങ്ങൾ സമരം ചെയ്യുന്നവർ കേന്ദ്രത്തോട് ചോദിക്കുന്നില്ല എന്ന് പറയുമ്പോൾ, സമരം ഇവിടെ നടക്കുമ്പോൾ അതിൽ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട ആളുകളും കേന്ദ്രത്തോട് ചോദിക്കുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. അതായത് വേണ്ട വിധം ചോദിക്കുന്നില്ല എന്നതാണ് അതിൽ നിന്ന് മനസ്സിലാകുന്നത്. ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ഒരേപോലെ നിങ്ങളുടെ കാര്യം അനുഭാവപൂർവ്വം പരിഗണിക്കേണ്ടതാണ്. സ്വാഭാവികമായിട്ടും കേന്ദ്രത്തിനോട് സംസ്ഥാന സർക്കാരോ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിൽ ബന്ധപ്പെട്ട ആളുകളോ അത് ചർച്ച ചെയ്യേണ്ടതും അതേപോലെ ചർച്ച ചെയ്ത് പരിഹരിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തേണ്ടതാണ്. ഒരാൾ അവിടെ ഉണ്ടായിട്ട് പോലും, അദ്ദേഹം കേന്ദ്രമന്ത്രിയെ കണ്ടിട്ട് പോലും നിങ്ങളെ കുറിച്ചിട്ട് ഒരു വാക്ക് പോലും ഉന്നയിക്കുന്നില്ല എന്ന് പറയുന്നത് എത്ര പ്രശ്നമുള്ള കാര്യമാണ്. വളരെ വളരെ ഖേദകരമാണ് ആ കാര്യം. കാരണം അവർക്ക് അതിന് താല്പര്യമില്ലെന്നാണ് തോന്നുന്നത്. വെറുതെ എന്തെങ്കിലും ഉന്നയിക്കാന്നല്ലാതെ. ഇപ്പൊ ഞങ്ങൾ കേന്ദ്രത്തിൽ സമരം ചെയ്യുന്നില്ല എന്ന് ഉന്നയിക്കുന്നു. പക്ഷെ കേന്ദ്രത്തോട് ചോദിച്ചു വാങ്ങാൻ ബാധ്യതപ്പെട്ട ഒരു ഗവൺമെന്റ് അത് ചോദിക്കേണ്ട ഒരു പ്രത്യേക ഘട്ടത്തിൽ അത് ചോദിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. അതാണ് അതിന്റെ വിരോധാഭാസം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ കേന്ദ്ര ഗവൺമെന്റിനോടും ഇതേ ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. പലതവണ ഞങ്ങൾ സമരം ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ കേരളത്തിലെ സംഘടനയാണ്, സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന ട്രേഡ് യൂണിയൻ ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്യപ്പെട്ട, കേരളത്തിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട സംഘടനയാണ് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ. ഞങ്ങൾ കേന്ദ്രത്തിൽ പോയി സമരം ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ ചെയ്യാൻ പറ്റും. കാരണം എല്ലാ ഭാഗത്തുനിന്നും വരുന്ന അതാണ്. ഞങ്ങളുടെ സംഘടന കേന്ദ്രത്തിൽ അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ഫെഡറേഷനിൽ, സ്കീം വർക്കേഴ്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ എന്ന അഖിലേന്ത്യാ തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ഫെഡറേഷനിൽ അഫിലിയേറ്റ് ചെയ്ത സംഘടനയാണ്. ആ സംഘടനയുടെ നേതൃത്വത്തിൽ പലതവണ കേന്ദ്ര ഗവൺമെന്റിനോട് ഈ ഡിമാൻഡുകൾ ഞങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്, സമരങ്ങൾ നടത്തിയിട്ടുണ്ട്. കഴിഞ്ഞ രണ്ട് വർഷത്തിലുണ്ടെങ്കിൽ 2 പ്രാവശ്യം ഞങ്ങൾ കേന്ദ്ര ഗവൺമെന്റിന് പാർലമെന്റ് മുമ്പാകെ മാർച്ച് നടത്തുകയും ഡിമാൻഡ് കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. കേന്ദ്ര NHMന്റെ ഒഫീഷ്യൽസിനെ കണ്ട് ദീർഘനേരം ചർച്ചകൾ നടത്തിയിട്ടുണ്ട്, മെമ്മോറാണ്ടം കൊടുത്തിട്ടുണ്ട്, ഒക്കെ ചെയ്തിട്ടുണ്ട്. അതെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഈ പറഞ്ഞ ഈ കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ എന്ന സംഘടന
ആ സംഘടന രൂപപ്പെടുന്നതിലേക്ക് എത്തിയിട്ടുണ്ടായ സാഹചര്യം എന്താണ്? ഞങ്ങൾ 2013 മുതൽ ഇത്തരമൊരു സംഘടനയുടെ ആവശ്യങ്ങൾ ഞങ്ങൾ മനസ്സിലാക്കുകയും ഇങ്ങനെ ഒരു സംഘടന രൂപം ചെയ്യാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയില്ല. ചെറിയ ചെറിയ സമരങ്ങളിലേക്കൊക്കെ കടന്ന് ആണ് ഏതാണ്ട് 2013 മുതൽ തന്നെ ഞങ്ങളുടെ ഈ സംഘടന പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട്. കുറേ സമരങ്ങൾ ആ സമയത്ത് തന്നെ തുടങ്ങിയിട്ടുണ്ട്. പിന്നീട് 2017 ഞങ്ങൾ രജിസ്ട്രേഷൻ പൂർത്തിയാക്കി. രജിസ്ട്രേഷൻ മുമ്പ് തന്നെ സമരം നടത്തിയിട്ടുണ്ട്, ആവശ്യങ്ങൾ ഉന്നയിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതായത് നിയമപരമായ രജിസ്ട്രേഷൻ 2017 നടക്കുന്നത്. 2017 ശേഷമാവട്ടെ വളരെ കണ്ടിന്യൂസ് ആയിട്ടൊരു സമരങ്ങൾ. ഒരു വർഷം എനിക്ക് തോന്നുന്നു ഒരു 6 or 7 സമരങ്ങളെങ്കിലും, പ്രത്യേകിച്ചും കേന്ദ്രീയ സമരങ്ങൾ, ജില്ലാതലത്തിലല്ല, കേന്ദ്രീയമായ സമരങ്ങൾ. ഈ നമ്മുടെ ഈ സെക്രട്ടേറിയറ്റ് മാർച്ചുകൾ, NHM ഓഫീസ് മാർച്ചുകൾ, നിയമസഭാ മാർച്ചുകൾ, ഇങ്ങനെയുള്ള മാർച്ചുകളും പ്രക്ഷോഭണങ്ങളും നിരവധി തവണ നടത്തി. അതിനേക്കാൾ കൂടുതൽ പ്രാവശ്യം നിവേദനം കൊടുക്കും. ഓരോ പ്രശ്നവും ഉണ്ടാകും, ഓരോ പ്രശ്നങ്ങളുണ്ടാകും. ഈ കുടിശ്ശിക എന്നൊക്കെ പറഞ്ഞാൽ എല്ലാ മാസവും ഉണ്ടാകുന്ന പ്രശ്നമാണ്. 2-3 മാസം കഴിയുമ്പോൾ നമ്മൾ ഒരു സമരം തുടങ്ങും, നിവേദനം കൊടുക്കും. ഇങ്ങനെയാണ് പിടിച്ചു വാങ്ങുന്നത്. എപ്പോഴും അവർ പറയും കുടിശ്ശിക തീർക്കും. പക്ഷേ കുടിശ്ശിക കിട്ടാൻ പറ്റും 3 മാസവും 4 മാസം കഴിയുമ്പോൾ ഞങ്ങൾ ശക്തിയായി സമരം ചെയ്തിട്ടാണ് ഈ കുടിശ്ശിക വാങ്ങുന്നത്. ഇതൊരു സ്ഥിരം പരിപാടിയാണ്. അപ്പോൾ എത്രയോ സമരങ്ങൾ അതിനുശേഷം നടന്നു. ഓരോ പ്രാവശ്യവും ഈ സംസ്ഥാന സർക്കാരിന്റെ മുമ്പാകെ അതിനോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരോടും ഇൻസെന്റീവിന്റെ കാര്യങ്ങളും അതുപോലുള്ള കാര്യങ്ങളും വെച്ചുകൊണ്ട് സമരങ്ങൾ നടന്നു വരികയാണ്. ഇപ്പോൾ ഇവിടെ പാരമ്പര്യമായിട്ടുള്ള CITU പോലെയുള്ള NTUC പോലെയുള്ള BMS പോലെയുള്ള തൊഴിലാളി സംഘടനകൾ നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പം അത്രയും തൊഴിലാളി സംഘടനകൾ പ്രവർത്തിക്കുന്നവരിടത്ത് ഈ തൊഴിലാളി സ്ത്രീകളെ എങ്ങനെയാണ് ഒരുമിച്ച് കൂട്ടാനും അവരെ പരിശീലിപ്പിക്കാനും ഒക്കെ സാധിച്ചിട്ടുള്ളത്? ഞങ്ങളെ ഒരു സ്വതന്ത്ര സംഘടനയാണെന്ന് പറഞ്ഞു. സ്വതന്ത്ര സംഘടനയാണെങ്കിൽ ഞങ്ങൾ അവരെ അഭ്യസിപ്പിച്ചത് തൊഴിലാളികളുടെ അവകാശങ്ങൾ എങ്ങനെ പിടിച്ചു വാങ്ങണമെന്നത്, അവർക്കൊരു വർക്കിംഗ് ക്ലാസ് സ്പിരിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഞങ്ങൾ ശ്രമിച്ചു. ഒരുപക്ഷെ അതാണ് ഈ സംഘടനയുടെ സ്വതന്ത്ര സംഘടനയാണെങ്കിൽ പോലും അതിൻ്റെ രാഷ്ട്രീയം അതാണ്. അവരുടെ അവകാശ ബോധത്തെക്കുറിച്ച് അവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി വളരെ ശ്രമിച്ചിട്ടുണ്ട്. ഞങ്ങൾ ആദ്യമായിട്ട് ഉന്നയിച്ചിരിക്കുന്നത് അവരെ തൊഴിലാളികളായിട്ട് അംഗീകരിക്കണം എന്ന ഡിമാൻഡാണ് ഞങ്ങൾ മുന്നോട്ട് വെച്ചത്. ഇന്ത്യൻ ലേബർ കോൺഫറൻസ് ഈ കാര്യത്തിലൊരു റെസൊല്യൂഷൻസ് പാസ്സാക്കിയിട്ടുണ്ട്, 45-46 റെസൊല്യൂഷൻസ്. അതിലിത് പറയുന്നുണ്ട്, അതായത് ഇവരെ തൊഴിലാളികളായിട്ട് അംഗീകരിക്കണമെന്ന്, ഇവരുടെ ഓണറേറിയം ഇൻസെൻറ്റീവ് എന്നത് മാറ്റിയിട്ട് അവർക്ക് ശമ്പളമാണ് കൊടുക്കേണ്ടത്, സേവന വ്യവസ്ഥകളാണ് വേണ്ടത്, ഇവരെ സന്നദ്ധ പ്രവർത്തകർ എന്ന പേര് മാറ്റിയിട്ട് അവരെ തൊഴിലാളികൾ, വർക്കേഴ്സ് എന്ന പരിഗണനയാണ് നൽകേണ്ടത്. ഇതാദ്യമായിട്ട് കേരളത്തിൽ ഉന്നയിക്കുന്നത് ഞങ്ങളാണ്. നിങ്ങൾ എവിടെ വേണം ഞങ്ങൾ തെളിയിക്കാം. ഞങ്ങൾ കൊടുത്ത നിവേദനത്തിൽ ഇത് പറയും. ILO പോലുള്ള സംഘടനകൾ ഉന്നയിച്ച കാര്യങ്ങളും ഞങ്ങൾ പറയും. അതായത് മാന്യമായ വേതനവും മാന്യമായ തൊഴിലും എന്ന ഡീസന്റ് ജോബ്, ഡീസന്റ് വേതനം, സാലറി എന്ന അതെല്ലാം ഞങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ഉന്നയിക്കുകയും ഇവരെ സ്കീം വർക്കേഴ്സ് എന്ന തലത്തിൽ നിന്നും മാറ്റിയെടുക്കണം എന്നുള്ള ആവശ്യമുണ്ട്. 2018 ഇവർക്ക് വലിയ രീതിയിലുള്ള വർക്ക് വരുന്നത്. അതായത് നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ 2-3 ഇരട്ടിയുള്ള വർക്കിലോട് വരാൻ ഏർപ്പെടുത്തുകയും ഇവർക്ക് വലിയ ഇതൊക്കെ വെച്ചു, മാനദണ്ഡങ്ങളും അതുപോലുള്ള കാര്യങ്ങളൊക്കെ വെക്കാൻ തുടങ്ങി. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ സമരങ്ങൾ ഇതേപോലെ തന്നെ ഉന്നയിക്കുകയും ഈ ഡിമാൻഡുകൾ മുന്നോട്ട് വയ്ക്കുകയും ചെയ്യും. ഒന്നത്. 2, ഞങ്ങൾ ആ സമയത്ത് തന്നെ ഉന്നയിച്ചു ഈ 21,000 രൂപ. അതായത് ഈ ഇടതുപക്ഷ മുന്നണിയുടെ മാനിഫെസ്റ്റോ കഴിഞ്ഞ 21 അത് പറയുന്നത്. അതായത് അവരുടെ അതിൽ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുകയാണ്, ആശാ വർക്കർ ഉൾപ്പെടെയുള്ള സ്കീം വർക്കേഴ്സിന് മിനിമം വേതനം കൊടുക്കണം, മിനിമം വേതനം 7,000 രൂപ ആക്കണം എന്ന്, അല്ലെങ്കിൽ 21,000 രൂപ ആക്കണം എന്ന് കൃത്യമായിട്ട് പറയുകയാണ് അതിൽ ചെയ്യുന്നത്. അതിനൊക്കെ വളരെ മുമ്പ് തന്നെ ഞങ്ങൾ ഇത് ആവശ്യപ്പെട്ടിട്ടുണ്ട്. 2018 മുതൽ തന്നെ ഞങ്ങൾ ഇത് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ വർദ്ധിപ്പിക്കണം 21,000 രൂപ എന്നുള്ളത് അന്നേ ആവശ്യപ്പെട്ടു. അതിന് ഫോട്ടോസ് വേണമെങ്കിൽ ഞങ്ങൾക്ക് അന്ന് ഇത് അന്നേ ആവശ്യപ്പെട്ടില്ല. അപ്പം തൊഴിലാളികളുടെ സ്റ്റാറ്റസിലേക്ക് വരണം, അവരുടെ വേതനം വർദ്ധിപ്പിക്കണം, സേവന വ്യവസ്ഥ കൊണ്ടുവരണം, അവരെ ആരോഗ്യ വകുപ്പിൽ സ്ഥിരം ജീവനക്കാരായി മാറ്റണം തുടങ്ങിയ ഡിമാൻഡുകളും, അതോടൊപ്പം തന്നെ അതുവരെ 21,000 രൂപ കൊടുക്കുക മിനിമം വേതനം കൊടുക്കുക. അവരെ സ്ഥിരം ജീവനക്കാരാക്കി മാറ്റുന്നത് വരെ, ആരോഗ്യ വകുപ്പിൽ സംസ്ഥാന ആരോഗ്യ വകുപ്പിൽ സ്ഥിരം ജീവനക്കാരായി മാറ്റുന്നത് വരെ 21,000 രൂപ മിനിമം വേതനം കൊടുക്കണം. ഇതായിരുന്നു ഞങ്ങളുടെ ഡിമാൻഡ്. ഇപ്പോഴും അത് തന്നെയാണ് ഡിമാൻഡ്. അത് വെച്ചുകൊണ്ടാണ് ഞങ്ങൾ പല സമരങ്ങളും നടത്തിയിട്ടുള്ളത്. ഒപ്പത്തിൽ ഒരുപാട് മറ്റ് ഇതുണ്ട്, അതായത് പിന്നെ കുടിശ്ശിക അതുപോലുള്ള വിഷയങ്ങളെല്ലാം ഞങ്ങൾ ഉന്നയിക്കാറുണ്ട്, ഓരോ സമയത്ത് ഉന്നയിച്ചിട്ടുണ്ട്.
അപ്പം അത്തരം സമരങ്ങളെല്ലാം ഞങ്ങൾ നടത്തി വരികയാണ്. പിന്നെ അതുകൊണ്ട് ഡിമാൻഡിൽ ഒരു പ്രശ്നവുമില്ല. ഞങ്ങളത് ആദ്യം ഉന്നയിച്ചപ്പോൾ ഞങ്ങളുടെ കൂടെയുള്ള ആശാ വർക്കേഴ്സ് തന്നെ ചില സംശയം ഉണ്ടായിരുന്നു. നമ്മൾ 21,000 രൂപ ചോദിക്കാമോ എന്ന് ഞങ്ങളോട് ചോദിക്കുമായിരുന്നു. നമ്മൾ പറഞ്ഞാൽ അത് ചോദിക്കണം, നമ്മുടെ മിനിമം ആവശ്യമാണത്. നമ്മൾ ആരോഗ്യവകുപ്പ് സ്ഥിരപ്പെടുത്തണം, അത് ചോദിക്കണം. അത്തരം അവകാശ ബോധങ്ങൾ പടിപടിയായി ഉയർത്തി എടുത്ത് ഇന്ന് അവർക്കത് നല്ല ബോധ്യം വന്നിരിക്കുന്നു. ഞങ്ങൾ എന്താണ്, ഞങ്ങളുടെ ചൂഷണം എന്താണ്, ഞങ്ങളുടെ തൊഴിൽ ചൂഷണം, തൊഴിൽ സാഹചര്യം എന്താണ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയ ആളുകളായിട്ട് ആശാ വർക്കർമാർ വളർന്നു വന്നു. അവരുടെ പ്രതികരണമാണ് ഇന്ന് കാണുന്നത്. പക്ഷെ നമ്മളിങ്ങനെയൊക്കെ പറയുമ്പോഴും ഓണറേറിയം വർദ്ധിപ്പിക്കണം എന്നുള്ള നിങ്ങളുടെ പ്രധാന ആവശ്യം ഇവിടെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങളെ വിമർശിക്കുന്നവർ പറയുന്നത്, അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ പറയുന്നത്, സംസ്ഥാന സർക്കാരായിട്ട് ചേർന്ന് നിൽക്കുന്ന ഈ പറയുന്ന CITU പോലെയുള്ള പ്രസ്ഥാനങ്ങൾ പറയുന്നത് ഈ തൊഴിലാളികൾ അംഗീകരിക്കണം എന്നുള്ള ആവശ്യം നിങ്ങൾ ഉന്നയിക്കുന്നില്ല, കേന്ദ്രത്തിനെതിരെ നിങ്ങളൊന്നും സംസാരിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പം അതിനെന്താണ് പറയാനുള്ളത്? പച്ച നുണയാണ്. ഞാനത് ഇതിനകത്ത് പറഞ്ഞു, തൊഴിലാളിയായിട്ട് അംഗീകരിക്കണം എന്നുള്ള ഡിമാൻഡ് കേരളത്തിൽ നിന്ന് ആദ്യമായിട്ട് പോകുന്നത് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ. ഞങ്ങൾക്കത് ഉറപ്പിച്ച് പറയാൻ പറ്റും. അതോടൊപ്പം തന്നെ കേന്ദ്രത്തോടും ഇതേ ആവശ്യങ്ങൾ ഞങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. പലതവണ അതിനു വേണ്ടിയുള്ള സമരങ്ങളും പാർലമെന്റ് മാർച്ച് ഉൾപ്പെടെയുള്ള സമര പരിപാടികൾ ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇപ്പൊ അത് പച്ചനുണ പറഞ്ഞുകൊണ്ടിരിക്കുക. അവർ പറയുന്നതല്ല, ഇപ്പൊ ഞങ്ങൾ സംസ്ഥാന സർക്കാരിനോട് ഈ ആവശ്യം ഉന്നയിച്ച ഒരു സമരം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇപ്പൊ നിങ്ങൾ ഈ സമരം അല്ല നടത്തേണ്ടത്, നിങ്ങൾ ഈ സമരം നടത്തേണ്ടത്. അങ്ങനെ ആർക്കും പറയാനുള്ള അധികാരമില്ല. അത് അതാത് യൂണിയനാണ് തീരുമാനിക്കുന്നത്. ഏത് സമയത്ത് ഏത് ഡിമാൻഡ് ഉയർത്തിയും ഏത് സർക്കാരിനോട് സമരം ചെയ്യാനുള്ള എന്ന് തീരുമാനിക്കുന്നത് അതാത് യൂണിയനാണ്. അങ്ങനെയൊന്നും ആളുകളെ പറ്റിക്കാൻ പറ്റില്ല. ഒരു സമരമായിട്ട് ഇവർ തീരുമാനിക്കണോ സമരത്തിന്റെ കാര്യങ്ങൾ? ഇവരെതിന് ഞങ്ങളോട് ഡിമാൻഡ് ചെയ്യണം, അവർ ചെയ്യട്ടെ. ഞങ്ങൾക്കറിയാം ഞങ്ങൾ എവിടെയൊക്കെ എപ്പോഴും ഉന്നയിക്കണം. അതിന് പറ്റിയ പ്രാപ്തിയുള്ളൊരു സംഘടനയാണ് ഞങ്ങളുടെ സംഘടന. ആരോട് എപ്പോൾ എന്ത് ചോദിക്കണമെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കാനുള്ള തൻ്റെ ഇടവും കഴിവും നട്ടലിലുള്ള സംഘടനയാണ് ഞങ്ങളത്. ഇപ്പം സ്വതന്ത്ര സംഘടന എന്ന് പറയുന്നു. പക്ഷേ സ്വതന്ത്ര സംഘടന എന്ന് പറയുമ്പോഴും വരുന്ന വിമർശനങ്ങൾ പ്രധാനപ്പെട്ട ഒന്ന്, നിങ്ങൾ SUCIയുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്ന സംഘടനയാണ്, അല്ലെങ്കിൽ SUCIന്റെ സംഘടനയാണെന്ന് നടത്തിയുള്ള ചർച്ചകളും SUCIന്റെ സമരം എന്ന് പോലും ഈ സമരത്തെ വിശേഷിപ്പിക്കുന്നുണ്ട്. അപ്പം അത്തരം വിമർശനങ്ങൾ നിങ്ങൾ എങ്ങനെ കാണുന്നു? ഞങ്ങൾ ഒരു പാർട്ടിയുടെ SUCI എന്നല്ല, ഒരു പാർട്ടിയുടെയും ആയിട്ട് അപ്ഡേറ്റ് ചെയ്തൊരു സംഘടനയല്ല. ഞങ്ങളുടെ യൂണിയനിൽ എല്ലാ പാർട്ടിക്കാരും, അഥവാ പലതരത്തിലുള്ള പാർട്ടിക്കാരും, ഒരു പാർട്ടിയിൽ ഇല്ലാത്തവരും, ഒരു പാർട്ടി വിശ്വാസികളല്ലാത്ത ധാരാളം ആളുകളില്ലാത്ത, പക്ഷെ അതേസമയം തന്നെ വിവിധ പാർട്ടികളുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ അവരുടെ പാർട്ടി നോക്കിയിട്ടില്ല. ഇത് വന്നിരിക്കുന്ന ആശാവർക്കന്മാരുടെ പാർട്ടി ആണെന്ന് ഞങ്ങൾ ഒരു പാർട്ടിയുടെ കാര്യം അങ്ങോട്ട് പറയാറുമില്ല. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പോലും ഇന്നയാൾക്ക് വോട്ട് ചെയ്യണമെന്ന് ഒന്നും ഞങ്ങൾ പറയാറില്ല. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഞങ്ങളുടെ ആശാവർക്കന്മാരിൽ ഒരു ഉച്ച ശതമാനം ആളുകളുണ്ട്, അവർ മത്സരിക്കാറുണ്ട്. ഞങ്ങളത് നോക്കാറേയില്ല. അവർ മത്സരിച്ചോട്ടെ, ജയിച്ചോട്ടെ. കാരണം അത് ഞങ്ങളുടെ വിഷയമല്ല. ഇതിൽ വന്നിരിക്കുന്ന പല ആളുകളുണ്ട്. അതുകൊണ്ട് ഇത് ഒരു പാർട്ടിയുമായിട്ടും ഒരു ബന്ധവുമില്ലാത്തതാണ്. ഇപ്പം ഇത് പറഞ്ഞു തന്നത് ആശാവർക്കന്മാരുടെ ഇടയിൽ ഒരു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാനും അവരിൽ ഒരു പിളർപ്പുണ്ടാക്കാനും എങ്ങനെയെങ്കിലും ഈ സമരത്തിൻ്റെ ശക്തിയെ എങ്ങനെയൊന്നും കുറയ്ക്കാനുമുള്ള ശ്രമം. അത് നടക്കില്ലാവില്ല എന്ന് ഇതിനകം തന്നെ തെളിഞ്ഞിട്ടുണ്ട്. ആശാവർക്കന്മാർക്കറിയാം ഈ വർഷങ്ങൾ ഇത്രയുമായിട്ടുള്ള ഞങ്ങളുടെ പ്രവർത്തനത്തിൽ ഒരു തരത്തിലുള്ള രാഷ്ട്രീയ ഇടപെടലും ഞങ്ങളുടെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ രാഷ്ട്രീയപരമായ ഒരു ഉപയോഗപ്പെടുത്തൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഞങ്ങളുടെ യൂണിയനിലേക്ക് വന്നിട്ട് ഏത് ആശാവർക്കന്മാർക്കാണ്. അതുകൊണ്ടാണ് വിവിധ പാർട്ടിയിൽപ്പെട്ടിരിക്കുന്നത്. ഈ CPMൽ പെട്ടിരിക്കുന്ന എത്രയോ ആളുകൾ CPMന്റെ മെമ്പർമാരായിരിക്കുന്നത്, അവരുടെ CITU അംഗങ്ങളായിരിക്കുന്ന ആളുകൾ, അവരാണിപ്പം ഒഴുകിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ യൂണിയനിലേക്ക്. കാരണം അവർക്കത് വ്യക്തമായിട്ട് മനസ്സിലായി. അവർ സമരം നടത്തുന്നില്ല എന്ന് മാത്രമല്ല, അവർ ഇവിടെ 6-ാം തീയതി ബജറ്റിന് തൊട്ട് മുമ്പ്, ഞങ്ങളുടെ ഈ സമരം നടക്കും ബജറ്റിന് തൊട്ട് മുമ്പ് 6-ാം തീയതി ഇവിടെ വന്ന് ഇളവരം കാര്യം ഉദ്ഘാടനം ചെയ്ത സമരം ഇവിടെ DHSന്റെ മുമ്പിൽ, ആരോഗ്യ ഡയറക്ടറേറ്റിന് മുമ്പിൽ അവരൊരു സമരം നടത്തി. രാപ്പകൽ സമരം എന്നാണ് പറഞ്ഞത്. 7-ാം തീയതി ബജറ്റാണ്, 6-ാം തീയതി സമരം തുടങ്ങി. 7-ാം തീയതി ഉച്ചയായപ്പോൾ അവർ എണീറ്റ് പോയി. ഞങ്ങൾ വിചാരിച്ചിരുന്നത് ഈ ബജറ്റിൽ എന്തെങ്കിലും ഒരു പ്രഖ്യാപനം ഉണ്ടാകും. അപ്പം അതും കേട്ടിട്ടായിരിക്കും ഇവർ മുൻകൂട്ടി കണ്ടിട്ടായിരിക്കും ഈ സമരത്തിന് വന്നത്. ആശാന്നുള്ളൊരു വാക്ക് പോലും ബജറ്റിൽ ഉണ്ടായിരുന്നില്ല. എന്നിട്ടല്ലേ എന്തെങ്കിലും കൊടുക്കുന്നത്. ഇതൊന്നും കേൾക്കാതെ അവരെണീറ്റ് പോയി. എന്ത് കിട്ടിയെന്ന് ആർക്കറിയാം. എന്നിട്ട് പിന്നെ അവർക്ക് NHMലുള്ള സ്വാധീനം ഉണ്ടല്ലോ, ആരോഗ്യ വകുപ്പിന്റെ സ്വാധീനമുണ്ട്. ആ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ചില സർക്കുലറും അതും ഇതൊക്കെ ഇറക്കിയിട്ടുണ്ട്. ആ സർക്കുലറിലാണ് പറഞ്ഞിരിക്കുന്നത് 5 ഉപാധികൾ എടുത്തു മാറ്റി, ആദ്യം എടുത്തു മാറ്റി. അത് ഞങ്ങൾ പിന്നെ മന്ത്രിമായിട്ടുള്ള ആദ്യത്തെ വട്ടം ചർച്ച ചെയ്യുന്ന ഞങ്ങളോട് പറഞ്ഞു, നിങ്ങളും ആവശ്യപ്പെട്ടാലേ ഉപാധികൾ എടുത്തു മാറ്റാൻ. ഇത് 5 എണ്ണം ഞങ്ങൾ എടുത്തു മാറ്റിയിരിക്കുന്നു CITU തന്നിട്ടുള്ള നിവേദനത്തിന്റെ അടിസ്ഥാനത്തിൽ. ഒരു നിവേദനം കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ എടുത്തു മാറ്റി അവർ പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു അങ്ങനെയല്ല, 5 എടുത്ത് മാറ്റിയാൽ പോരാ, 10 എടുത്ത് മാറ്റണം. ഈ 10 ഉപാധിയും ഇത്രയും തുച്ഛം കാശ് കിട്ടുന്ന ആളുകളുടെ
ആശാവർക്കന്മാരുടെ ഇത് തിരിച്ചു പിടിക്കുന്ന ഉപാധികളാണ്, മാനദണ്ഡങ്ങളാണ്. 10 മാനദണ്ഡങ്ങൾ എടുത്തു മാറ്റണം ഞങ്ങൾ ശക്തിയായിട്ട് ആവശ്യം അന്ന്. അത് നോക്കാനാണ് കരുതുന്നത്. പിന്നീട് അവർ 12-ാം തീയതി ഫെബ്രുവരി 12 എനിക്ക് തോന്നുന്നു സർക്കുലർ. ആ സർക്കുലറിൽ ഉപാധിരഹിത ഓണറേറിയം പ്രഖ്യാപിച്ചതായിട്ട് അതിൽ പറഞ്ഞു. അതിൻ്റെ ആദ്യത്തെ ഭാഗം അതാണ്, ഉപാധിരഹിത ഓണറേറിയം. അതിൻ്റെ 2-ാം ഭാഗം വന്നപ്പോൾ അതിൻ്റെ അവസാനത്തേക്ക് വന്നപ്പോൾ പറയുകയാണ് 1000 രൂപ ഇൻസെൻറ്റീവ് ലഭിക്കുന്ന ആശയ്ക്ക് 3500 രൂപ ഓണറേറിയം ലഭിക്കുമെന്നാണ് പറയുന്നത്. സാധ്യതകളൊന്നുമല്ല. ഈ സംഘടനയും അല്ലെങ്കിൽ ഈ സമരമൊക്കെ ഇവിടുത്തെ BJPക്കോ അല്ലെങ്കിൽ BMSനോ ഒക്കെ അവർക്ക് അവസരങ്ങൾ കൊടുക്കുന്നതാണ്, അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് എന്നൊക്കെയുള്ള തരത്തിലുള്ള വിമർശനങ്ങൾ വരുന്നുണ്ട്. അതിനെങ്ങനെയാണ് നിങ്ങൾ കാണുന്നത്? അത് CPMന്റെ ഭാഗത്തുനിന്ന് വിമർശനം സ്വാഭാവികമാണ്. അവർക്ക് പലതരത്തിലുള്ള വിമർശനങ്ങൾ അവർ, ആദ്യം രാഷ്ട്രീയം, പിന്നെ കുത്തികളക്കിയ ആളുകൾ, പിന്നീട് സർക്കാരിനെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ആളുകൾ, പിന്നെ സർക്കാരിനെ താഴെ ഇറക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകൾ തുടങ്ങിയിരിക്കുന്ന കാര്യങ്ങൾ അവർ ഇങ്ങനെ മാറ്റിക്കൊണ്ടേയിരിക്കും. ഭീകരവാദികൾ ഇതൊക്കെ സാധാരണ പറയാറുള്ളത്. ഏത് സമരം വന്നാലും അവർ അതിനെ ബ്രാൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാറില്ല. അതൊന്നും ഇന്ന് വില പോകില്ല. കാരണം ഈ കാലം പഴയ കാലമല്ല, പണ്ടൊക്കെ വരെ അങ്ങനെ ചെയ്യാറ്. പക്ഷേ ഈ കാലത്ത് അതൊന്നും വില പോകുന്ന പിന്നെ രീതികൾ അതൊക്കെ അവർക്ക് അറിയുകയും ചെയ്യാം. അപ്പം അത് ഞങ്ങൾ തള്ളിക്കളയാണ്. അതിനെ ഒട്ടും തന്നെ നമ്മൾ ഗവനിക്കുന്നില്ല. എല്ലാവർക്കും അറിയാം, ഈ 26,000 ആശമാരുടെ അടങ്ങുന്ന അതിൻ്റെ ഒരു സമരം ഈ ഗവൺമെൻറ് അട്ടിമറിക്കുന്നതിന് അവർക്ക് എങ്ങനെ കഴിയുക? വളരെ നിസ്സാരമായ ചില ഡിമാൻഡുകൾ ഉന്നയിച്ചുകൊണ്ട് ഈ ലോകം മുഴുവൻ അംഗീകരിച്ച് ന്യായമെന്ന് ഏവരാലും അംഗീകരിക്കപ്പെട്ട ഒരു കാര്യമാണ്. അതാണ് ഈ സമരത്രയും ജനപിന്തുണ നേടുന്നത്. കാരണം ഈ സമരത്തിൻ്റെ ന്യായയുക്തത അവർക്ക് ബോധ്യപ്പെട്ടു. ഈ 233 രൂപയ്ക്ക് ഒരു ദിവസം കിട്ടിയാൽ ഒരു കുടുംബം പുലർത്താൻ പറ്റില്ല. കേരളം പോലുള്ള സ്ഥലത്ത് പറ്റില്ല. അവർക്ക് എന്തെങ്കിലും കുറച്ച് കൂടുതൽ കൊടുക്കേണ്ടതാണ് എന്നുള്ള ഒരു പൊതുധാരണ, ജനങ്ങളുടെ ഒരു അവരുടെ അലിവ് ഇവരോട് ഉണ്ടായി. അതാണ് ഈ സമയത്തിൽ സ്ത്രീകളൊക്കെ ഒന്നടങ്കം ഈ സമരത്തെ പിന്തുണയ്ക്കുന്നത്. ഒരാൾ പോലും ഇതിനെ എതിർക്കുന്നില്ല. മന്ത്രി പോലും ഞങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ന്യായം കറക്റ്റാണ്, അല്ല നിങ്ങളുടെ ഡിമാൻഡ് ന്യായമാണ് എന്നാണ്. നിങ്ങൾ ഈ ഡിമാൻഡിനോടൊക്കെ എനിക്ക് യോജിപ്പാണ്, ന്യായമായ ഡിമാൻഡുകൾ വരുന്നത് മന്ത്രി പറയാം. ഒരു ഭാഗത്ത് അതാ പറയുന്നത്, പക്ഷെ മറുഭാഗത്ത് ഇത് അട്ടിമറിക്കാനാണെന്ന് പറയിച്ചു. അതൊക്കെ കോൺട്രഡിക്ഷൻ ഉള്ളതാണ്. പക്ഷെ ഒരു കാര്യം വ്യക്തമാണ്, ഈ സംസ്ഥാനത്തെ മുഴുവൻ ആളുകളും മറ്റു അട്ടിമറിച്ചു. അതുകൊണ്ട് ഞങ്ങൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുണ്ടാകുന്ന ഈ ഇതിനെ ഞങ്ങൾ അല്ലെങ്കിൽ ഗവൺമെൻറ്റുമായിട്ട് ഒട്ടി നിൽക്കുന്ന, ഗവൺമെൻറ് വിലാസത്തിൽ പ്രവർത്തിക്കുന്ന, അവർക്ക് വേണ്ടി മാത്രം പണിയെടുക്കുന്ന സംഘടനകളുണ്ട്, ട്രേഡ് യൂണിയൻ വിഭാഗങ്ങളുണ്ട്. അവരുടെ വിമർശനത്തെ ഞങ്ങളത് കാണുന്നില്ല. അവർ കൊടുക്കുന്ന അശ്ലീല പരാമർശങ്ങൾ, വളരെ നീചമായ പ്രയോഗങ്ങൾ, അതൊക്കെ ഇന്നത്തെ കാലത്ത് വളരെ പൊളിറ്റിക്കലി ഇൻകറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതൊന്നും ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ, ഒരു ജനാധിപത്യ സമൂഹത്തിൽ ഇന്നത്തെ കാലത്ത് ആരും പ്രയോഗിക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ അവരുടെ ഭാഗത്തുണ്ടാകും. അതുകൊണ്ട് അതൊന്നും വലിയ കാര്യമൊക്കെ എടുക്കുന്നില്ല. അതൊക്കെ ജനങ്ങൾ തീരുമാനിക്കട്ടെ, അവർക്ക് വിട്ടുകൊടുത്തിരിക്കും. പക്ഷേ ബുദ്ധിജീവികളും എഴുത്തുകാരും അങ്ങനെയുള്ള ആളുകളെല്ലാം ഇതിനെ പിന്തുണയ്ക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞങ്ങൾ ജനുവരി 25-നാണ് ഞങ്ങളുടെ ആദ്യത്തെ സമരം നടക്കുന്നത്. ഈ ഡിമാൻഡ് ഉന്നയിച്ചുകൊണ്ട്, അതായത് സെക്രട്ടേറിയറ്റ് മാർച്ച് നടക്കുന്നത് ജനുവരി 25. ബജറ്റിൽ ഞങ്ങളെ പരിഗണിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ജനുവരി 25-നാണ്. പിന്നീട് പിന്നെ ഫെബ്രുവരി 1-ാം തീയതിയാണ് ഞങ്ങൾ ഡിമാൻഡ് നോട്ടീസ് കൊടുക്കുന്നത്. ഫെബ്രുവരി 10-നാണ് ഞങ്ങളുടെ സമരം തുടങ്ങുന്നത്. ഫെബ്രുവരി 10. പിന്നീട് ഫെബ്രുവരി 20-നാണ് ഞങ്ങൾ പണിമുടക്കിലേക്ക് പോകുന്നത്, അനിശ്ചിതകാല പണിമുടക്കിലേക്ക് പോകുന്നത്. ഫെബ്രുവരി 20-നാണ്. എന്തായാലും അതിൽ പറഞ്ഞിരിക്കുന്ന BMSന്റെ സമര നോട്ടീസിൽ ഞാൻ നോക്കിയപ്പോൾ അത് മാർച്ച് 4-ാം തീയതിയാണ്. എത്ര ദിവസം കഴിഞ്ഞാണ് ഈ മാർച്ച് 4-ാം തീയതി കൊടുത്തിരിക്കുന്ന BMSന്റെ സമര നോട്ടീസ് പറയാണ് അത് ഞങ്ങൾ കൊടുത്ത സമര നോട്ടീസ് അവർക്ക് സഹായമായി. ഇതിൻ്റെ യുക്തി എങ്ങനെ ചിന്തിച്ചിട്ടും ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. BMS ഇന്ത്യയിലെ 1ാമത്തെ ട്രേഡ് യൂണിയൻ, നമ്മുടെ ലേബർ ഡിപ്പാർട്ട്മെന്റ്, കേന്ദ്ര ലേബർ ഡിപ്പാർട്ട്മെന്റിന്റെ കണക്കനുസരിച്ച് നമ്പർ 1 ആണ്. 1ാമത്തെ ട്രേഡ് യൂണിയൻ. 2ാമത്തേത് INTUC ആണ്. പിന്നെ HMS-ഉം AITUC-യും CIT-യും, അത് കഴിഞ്ഞിട്ട് 6ാമത്തെ ട്രേഡ് യൂണിയനാണ് AIUTUC. അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ അത്രയും 1ാം നമ്പർ ആയിരിക്കുന്ന ഒരു ട്രേഡ് യൂണിയൻ, ഇന്ത്യയിലെ ട്രേഡ് യൂണിയൻ, വളരെ വിപുലമായ ഒരു ട്രേഡ് യൂണിയൻ ഞങ്ങളുടെ സമര നോട്ടീസ് സഹായമായി എന്നൊക്കെ പറഞ്ഞു. ആരത് വിശ്വസിക്കാൻ പോകുന്നത്? എന്തിനാണ് ഇത്തരം ഇതുമായിട്ട് അവരിറങ്ങിയിരിക്കുന്നതെന്ന് പോലും മനസ്സിലാകുന്നില്ല. അവർ കുറച്ചെണ്ണം എഴുതുന്നുണ്ട്.
ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഉൾപ്പെടെയുള്ള ആളുകൾ ഈ സമരത്തിൻ്റെ ന്യായയുക്തതയെ, ഡിമാൻഡിൻ്റെ പ്രസക്തിയെ എല്ലാവരും അതിനെ അംഗീകരിച്ചു തന്നിട്ടുണ്ട്. ഇതേ ഘട്ടത്തിൽ തന്നെയാണ് കേന്ദ്രത്തിൽ നിന്നുള്ള നമുക്ക് കേരളത്തിന് കിട്ടേണ്ടിയിട്ടുള്ള വിഹിതങ്ങൾ, ബജറ്റിൻ്റെ ആണെങ്കിലും മറ്റു വിഹിതങ്ങളൊക്കെ വെട്ടിക്കുറയ്ക്കുകയും അത് കിട്ടാതിരിക്കുകയൊക്കെ ചെയ്യുന്ന സാഹചര്യവും നമ്മുടെ മുന്നിലുണ്ടല്ലോ. അപ്പം ആ തരത്തിൽ ചിന്തിക്കുമ്പോൾ നിങ്ങൾ ഉന്നയിക്കുന്ന ഈ 21,000 എന്ന് പറയുന്ന നിങ്ങളുടെ സമരത്തിൻ്റെ ആവശ്യം അത് സംസ്ഥാന സർക്കാരിന് താങ്ങാവുന്നതിനപ്പുറമാണെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, ഒരിക്കലും തോന്നുന്നു. സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ 21,000 എന്ന ഡിമാൻഡ്, മിനിമം വേതനം കൊടുക്കണമെന്ന ആവശ്യം CPM അവരുടെ പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്ന വാഗ്ദാനം അത് സംസ്ഥാന സർക്കാരിന് ചെയ്യാൻ കഴിയുന്നതാണ്, അഥവാ ചെയ്യേണ്ടതാണ്. കേരളം ഒരു സംസ്ഥാനത്ത് ഇടത് ജനാധിപത്യ മുന്നണി എന്ന അവകാശപ്പെടുന്ന ഒരു ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് 18 വർഷമായിട്ട് കേരളത്തിലെ ആരോഗ്യ വകുപ്പിന് വേണ്ടി പണിയെടുത്ത് നടുവൊടിഞ്ഞിരിക്കുന്ന അത്രയും തൊഴിൽ ചൂഷണം അനുഭവിക്കുന്ന ഒരു വിഭാഗത്തിന് അത് കൊടുക്കേണ്ടതാണ്. അത് ബാധ്യതയാണ്, പ്രാഥമിക ബാധ്യതയാണ്. അതിനവർക്ക് കഴിയും എന്നാണ് ഞങ്ങൾ. ഇപ്പം കഴിഞ്ഞ ദിവസം നിയമസഭയിൽ ഈ ചർച്ചകളൊക്കെ വന്ന സമയത്ത് മുഖ്യമന്ത്രിക്ക് വേണ്ടി MP രാജേഷ് നടത്തിയിട്ടുള്ള ഒരു മറുപടി പ്രസംഗം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതിൽ അദ്ദേഹം പറയുന്നത് ഈ ഗവൺമെൻറ്, ഒന്നാം പിണറായി സർക്കാർ മുതൽ ഇങ്ങോട്ട് അവർ വർദ്ധിപ്പിച്ചിട്ടുള്ള ഓണറേറിയം വർദ്ധിപ്പിച്ച് 7,000 എത്തിയതിൻ്റെ കണക്കുകളൊക്കെ പറയുന്നുണ്ട്. ഇങ്ങനെ 7,000 എത്തിയത് അവരുടെ ഒരു സർക്കാരിൻ്റെ ഒരു മികവായിട്ടൊക്കെയാണ് കാണുന്നത്. 7,000 രൂപ ഞങ്ങൾ മാത്രമേ കൊടുക്കുന്നുള്ളൂ, മറ്റ് സംസ്ഥാനങ്ങളെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കേരളമാണ് ഏറ്റവും കൂടുതൽ കൊടുക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കണക്കുകളൊക്കെ വരുന്നുണ്ട്. അപ്പം അതിനെയൊക്കെ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? ശരിയാണ്. ഈ ഗവൺമെൻറ്, ഇടതു മുന്നണിയുടെ ആദ്യത്തെ ഗവൺമെൻറ് വരുമ്പോൾ തന്നെ 1,000 രൂപയായിരുന്നു. അത് വർദ്ധിപ്പിച്ച് ആണ് ഈ 7,000. യഥാർത്ഥത്തിൽ 2017 തന്നെ CITയുടെ നേതൃത്വത്തിൽ സമരം നടന്നായിരുന്നു. അതിനുശേഷം അവർ സമരം നടത്തിയത് എവിടെയാണെന്ന് ഞങ്ങൾക്ക് അറിയില്ല. അന്നൊരു സമരം നടന്നായിരുന്നു അവർ. ആ സമരത്തിൽ അന്നത്തെ ആരോഗ്യവകുപ്പ് മന്ത്രി തന്നെ അവിടെ ചെന്ന് വാഗ്ദാനം ചെയ്തതാണ് ഓണറേറിയം 7,500 രൂപയാക്കാവും. പഴയ ദേശാഭിമാനി എടുത്ത് നമുക്ക് കാണാൻ പറ്റും. 2017 സമരം അത് അഖിലേന്ത്യാ തലത്തിൽ അതിന് പ്രചരണവും കൊടുത്തു. ബംഗാൾ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ഞങ്ങളുടെ സംഘടനയ്ക്കായി ബന്ധപ്പെട്ട് പോകുമ്പോൾ അവരിങ്ങോട്ട് ചോദിക്കും, നിങ്ങൾക്ക് അവിടെ 7,500 രൂപ കിട്ടുന്നതായിട്ടാണല്ലോ ഇതിൽ വന്നിരിക്കുന്ന കണക്ക്. ആ സമയത്ത് 1,000 രൂപയാണ് വർദ്ധിപ്പിച്ചത്. അങ്ങനെ ഈ പറഞ്ഞ പോലെ 1,000 ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഞങ്ങൾ നടത്തിയിരിക്കുന്ന നിരന്തരമായ സമരത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ 7,000 എത്തിയിരിക്കുന്നത്. ഞങ്ങൾ മാത്രമേ ആ സമരങ്ങൾ നടത്തിയിട്ടുള്ളൂ യഥാർത്ഥത്തിൽ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഓരോരോ വർഷവും ഞങ്ങൾ ബജറ്റിന് മുമ്പും ബജറ്റിന് ശേഷവും ഒക്കെ ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സമരം നടത്തും. അതിനെ തുടർന്ന് 7,000 ആക്കിയിട്ടുണ്ട്. ഞങ്ങൾക്ക് ഒട്ടും തന്നെ ഞങ്ങളതിനെ തള്ളിപ്പറയുന്നില്ല. 7,000 ആക്കിയിരിക്കുന്നതിൻ്റെ 1,000 7,000 ആക്കിയത് ഈ 2 ഗവൺമെൻറ്റുകൾ തന്നെയാണ്. ഈ ഇടതു മുന്നണി 2 ഗവൺമെൻറ്റുകൾ തന്നെയാണ്. അപ്പം അതിൽ നിന്ന് ഒന്ന് വരുന്നുണ്ട്. ഒരു കാര്യം വളരെ വ്യക്തമാണ്, സംസ്ഥാന സർക്കാർ വിചാരിച്ചാൽ 6,000 7,000 ആക്കാൻ അവർക്ക് കഴിയും. 7,000 21,000 ആക്കാനും സംസ്ഥാന സർക്കാരിന് കഴിയും എന്നുള്ളൊരു കാര്യം അതിൽ തന്നെ അടങ്ങിയിരിക്കുന്നു. സംസ്ഥാന സർക്കാർ തന്നെ കഴിയും, വിചാരിച്ചാൽ കഴിയും. അത് വിചാരിക്കേണ്ട സന്ദർഭം വന്നിരിക്കുന്നു എന്നാണ് ഞങ്ങൾ പറയുന്നത്. അതേപോലെ തന്നെ പിരിഞ്ഞു പോകുന്ന ആളുകൾക്ക് 5 ലക്ഷം രൂപയും മിനിമമാണത്. ബംഗാളിൽ 5 ലക്ഷം രൂപയാണ് പിരിഞ്ഞു പോകുന്നവർക്ക് കൊടുക്കുന്നത്. 2020 മുതൽ അത് ആരംഭിച്ചതാണ്. ഇപ്പം അത് 5 ലക്ഷമാക്കി ഉയർത്തി അത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. 5 ലക്ഷം രൂപ കൊടുക്കുന്നുണ്ട്. ഹരിയാനയിൽ കൊടുക്കുന്നുണ്ട്. അപ്പം മറ്റ് സംസ്ഥാനങ്ങളിൽ കൊടുക്കുന്ന പോലെ അവർ വിചാരിച്ചാൽ ഈ കാര്യവും ചെയ്യാൻ പറ്റും. അത് ഏറ്റവും കൊടുക്കേണ്ട ബാധ്യതയുള്ളൊരു സർക്കാരാണ് ഇന്ന് ഇന്ത്യയിൽ കേരളത്തിലെ LDF ഗവൺമെൻറ് എന്നാണ് ഞങ്ങൾ കരുതുന്നത്. അവർ വിചാരിച്ചാൽ കഴിയുന്നതാണ്. എത്രയൊക്കെ സാമ്പത്തിക പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും അത് കഴിയുന്നതാണ്. ഇതേ ഘട്ടത്തിൽ തന്നെ ഇൻസെൻറ്റീവുകളുടെ കാര്യത്തിലേക്ക് വരുമ്പം 60-40 എന്നുള്ള അനുപാതത്തിലാണ് ഇൻസെൻറ്റീവ് തരുന്നത്. അതിൽ തന്നെ കേന്ദ്രത്തിൽ നിന്നുള്ള വിഹിതം അവിടെ നിന്ന് തന്നിട്ടുണ്ട് എന്ന് പറയുന്നു, ഇവിടുന്ന് അത് കിട്ടിയിട്ടില്ല എന്ന് പറയുന്നു. അങ്ങനെ ഒരു കോൺഫ്ലിക്റ്റ് നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ഇൻസെൻറ്റീവ് വർധന ഇതുവരെ ഉണ്ടായിട്ടില്ലല്ലോ. ഈ സ്കീം വർക്കേഴ്സിൻ്റെ, ആശ വർക്കർമാരുടെ ഇത് തുടങ്ങിയത് മുതൽ ഇങ്ങോട്ട് ഒരേ തരത്തിലാണ് ഇൻസെൻറ്റീവ് തന്നു പോരുന്നത്. അത് വർദ്ധിപ്പിക്കുക എന്നുള്ളൊരു ആവശ്യം കൂടിയില്ല. തീർച്ചയായിട്ടും അത് വർദ്ധിപ്പിക്കേണ്ടതാണ്. ഇൻസെൻറ്റീവ് ഏതാണ്ട് തുടങ്ങിയ സമയത്ത് തന്നെയുള്ള റേറ്റുകളാണ് പലതും പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയ്ക്ക് ഫിക്സഡ് ഇൻസെൻറ്റീവ് എന്ന് പറഞ്ഞ 1,000 രൂപ കൂട്ടിയതായിട്ട് പറയുന്നുണ്ട്. പക്ഷെ അതിപ്പോഴും വന്നിട്ടില്ല. അത് വരേണ്ടതാണ്. കേന്ദ്ര ഗവൺമെൻറ് അക്കാര്യത്തിൽ വളരെ വലിയ അവഗണനയാണ് കാണിക്കുന്നത്. കാരണം അവർ കൊണ്ടുവന്ന സ്കീമാണത്. അതിൻ്റെ ഇൻസെൻറ്റീവ് എന്ന് പറഞ്ഞാൽ അവരുടെ ബാധ്യതയാണ് അതിൽ കിടക്കുന്നത്. അതുകൊണ്ട് അത് വളരെ കാലം മുമ്പുള്ള, ഇപ്പോൾ പിന്നെ കുത്തിവെപ്പൊക്കെയുള്ള പോളിയോക്ക് നൽകിയ 75 രൂപയാണ്. ഒരു 4-5 ദിവസം അവർ പണിയെടുക്കണം. അതിന് 2 ദിവസത്തെ ഇൻസെൻറ്റീവ് കിട്ടുള്ളൂ. 50 രൂപ 150 രൂപയാണ് കിട്ടുന്നത്. അത് വർദ്ധിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അതിനുവേണ്ടി മാത്രം സമരം ചെയ്തിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെൻറ്റിനോട് അതിന് ആവശ്യപ്പെടുകയും
കേന്ദ്ര ഗവൺമെൻറ് കേന്ദ്ര ആരോഗ്യ വകുപ്പിന് വേണ്ടിയിട്ട് അതുമായിട്ട് കത്തിടപാടുകൾ നടത്തുകയും ഇത് വർദ്ധിപ്പിക്കണം ആവശ്യപ്പെടുകയും ഞങ്ങളുടെ ഒരു ടീം അവിടെ ചെന്ന് NHM ഓഫീസ് കേന്ദ്ര ഓഫീസിൽ ചെന്ന് അവരുമായിട്ട് ഡിസ്കസ് ചെയ്യുകയും ചെയ്തു. അന്ന് ഉണ്ടായിരുന്ന അവരുടെ നാഷണൽ ഡയറക്ടർ അദ്ദേഹത്തിന് പോലും അറിയില്ല ഇത് ഇങ്ങനെയാണെന്നുള്ളത്. അദ്ദേഹം അത്ഭുതപ്പെട്ടാണ് ഞങ്ങളുടെ പ്രതിനിധികളായിട്ട് സംസാരിച്ചത്. ഓ അങ്ങനെയാണോ, എങ്കിൽ നിങ്ങൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ തരും, നമുക്ക് തീർച്ചയായിട്ടും വർദ്ധിപ്പിക്കേണ്ടതാണ്, ഞാനും നിങ്ങളോട് യോജിക്കുന്നു എന്നാണ് അന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഞങ്ങളുടെ ആളുകളായിട്ട് സ്റ്റീം വർക്കേഴ്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ ലീഡേഴ്സായിട്ട് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു തർക്കമില്ല, അത് വർദ്ധിപ്പിക്കേണ്ടതാണെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല, അത് വർദ്ധിപ്പിച്ചേ തീരും. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഒരുമിച്ച് നിന്നുകൊണ്ട് നിങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കണം എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഞങ്ങളതാണ് ആവശ്യപ്പെടുന്നത്. കേന്ദ്ര സർക്കാർ ആവശ്യങ്ങൾ കേന്ദ്രത്തിൻ്റെ കേന്ദ്രം അംഗീകരിക്കണം, സംസ്ഥാനത്തിൻ്റെ സംസ്ഥാനം. അത് രണ്ട് തലത്തിലാണ് അതിൻ്റെ ചർച്ചകൾ നടക്കുന്നത്. കേന്ദ്ര തലത്തിൽ അഖിലേന്ത്യാ തലത്തിൽ നടക്കേണ്ട ഒരു സമരമാണ്, ഇവിടെ നടക്കേണ്ട സംസ്ഥാന തലത്തിൽ നടക്കേണ്ട സമരമാണ്. ആ വ്യത്യാസമേ ഉള്ളൂ. ഞങ്ങൾ ഈ സംസ്ഥാന തലത്തിൽ നടക്കേണ്ട സമരം എന്ന നിലയ്ക്കാണ് ഇവിടെ നടക്കുന്നത്. അതേസമയം അഖിലേന്ത്യാ തലത്തിൽ ഞങ്ങൾ സ്റ്റീം വർക്കേഴ്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിലാണ് സമരം നടക്കുന്നത്. ഇതുമാത്രമല്ല, അഖിലേന്ത്യാ തലത്തിൽ പ്രവർത്തിക്കുന്ന സംയുക്ത ട്രേഡ് യൂണിയൻ വേദികൾ ഞാൻ ആനുഷംഗികമായിട്ട് പറയുകയാണ്, ഇതുമായിട്ട് ബന്ധപ്പെട്ടല്ല. ഞാൻ AIUTUC എന്ന സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റാണ്. ആ നിലയ്ക്ക് AIUTUC അഖിലേന്ത്യാ തലത്തിൽ പ്രവർത്തിക്കുന്ന 9 ട്രേഡ് യൂണിയനുകൾ, ഇപ്പോൾ 9 ട്രേഡ് യൂണിയൻ, നേരത്തെ BMS ഇപ്പോൾ BMS ഇല്ല, 9 സെൻട്രൽ ട്രേഡ് യൂണിയൻസ് ചേർന്നിട്ടുള്ള സംയുക്ത സമര വേദിയാണ്. സെൻട്രൽ ട്രേഡ് യൂണിയൻസിൻ്റെ യുണൈറ്റഡ് ഇതുണ്ട്, പ്ലാറ്റ്ഫോം ഉണ്ട്. ആ പ്ലാറ്റ്ഫോമിൻ്റെ നേതൃത്വത്തിൽ സമരം നടക്കുകയാണ്. അറിയാം, പണിമുടക്കുകളും. അപ്പോൾ ഈ 20-ാം തീയതി ഒരു സമരം വരാൻ പോവുകയാണ്, May 20. അങ്ങനെ സമരം നിരന്തരമായിട്ട് നടന്നുകൊണ്ടിരിക്കുക. ഞങ്ങളുടെ ഈ എളമര കരീമും ശ്രീ ചന്ദ്രശേഖറും ഞങ്ങൾ ആളുകളെല്ലാം സമരവേദിയാണ്. ആ അഖിലേന്ത്യാ നടക്കുന്ന സമരവേദിയുടെ ഒരു ഡിമാൻഡിൽപ്പെട്ടതാണ് ഈ സ്റ്റീം വർക്കേഴ്സിന്റെ ഈ ഇത് അവരെ വർക്കേഴ്സായിട്ട് ഉയർത്തുക എന്നതും അവർക്ക് ഓണറേറിയത്തിന് പകരം സേവനവേതന വ്യവസ്ഥകൾ കൊണ്ടുവരിക എന്നുള്ളതൊക്കെ അതിലെ ഒരു പ്രധാനപ്പെട്ട ഡിമാൻഡ്. ആ ഡിമാൻഡ് വെച്ചുകൊണ്ട് വർഷങ്ങളായിട്ട് സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്.